ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയ പുരസ്കാര നിറവിൽ മലയാളം. മമ്മൂട്ടി മികച്ച നടൻ, മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ചരിത്രം കുറിച്ച് വിക്രം 1. രാജ്യത്തിന് അഭിമാനമായി ആദ്യ സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. KSUവിനെ മുന്നറിയിപ്പുമായി മന്ത്രി AP അനിൽകുമാർ. അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം തുടരും. ലോകകപ്പ് ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങില്ലെന്ന് KSEB. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വിധിക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച ഇടപെടൽ ഉണ്ടാകണമെന്നും അബ്ദുൽ ഖാദർ. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്ന് തിങ്കളാഴ്ച അറിയാം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പേറുന്നു. 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടി അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊരുങ്ങി CPM. വാർത്തകൾ വിശദമായി. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. 72ാമത് ദേശീയ ചലച്ചിത്ര പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി തിരഞ്ഞെടുക്കപ്പെട്ടു. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനമാണ് വൈക്കം വിജയലക്ഷ്മിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ സ്വന്തമാക്കി. ജൂറി ചെയർമാൻ സംവിധായകൻ ജയരാജാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മലയാളത്തിന് വീണ്ടും ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചലച്ചിത്ര നടൻ ആസിഫ് അലി പറഞ്ഞു. പുരസ്കാരം മമ്മൂട്ടിക്ക് തന്നെ കിട്ടിയതിലും വലിയ സന്തോഷമെന്ന് ആസിഫ് അലി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നമുക്ക് മാത്രമല്ല, ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഷഹനാസ് ജലാലിന് അവാർഡ് കിട്ടിയതിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഗെയിൻ പ്രമേഹത്തിന് തന്നെയാണ്. വൈക്കം വിജയലക്ഷ്മിക്കുണ്ട്, ഫാസിൽ മുഹമ്മദിനുണ്ട്. ഇവരെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒപ്പം നോമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാവും എന്ന് അറിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്തായാലും നോമിനേഷൻ ലെവൽ വരെയൊക്കെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. അതെ, മലയാള സിനിമയ്ക്ക് ഇപ്പോൾ 2024 പേഴ്സണലി എനിക്കും ഒരുപാട് നല്ല വർഷമായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി. മലയാളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാ കാറ്റഗറിയിലും മലയാള സിനിമകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടുണ്ടായിരുന്നു. ചോദ്യമാണ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അറിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ വന്ന് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നോമിനേഷൻ ലെവലിൽ വരെ എത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം 1 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. മിഷൻ ആഗമൻ എന്നാണ് ദൌത്യത്തിന് പേരിട്ടിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് കൗണ്ട് ഡൌൺ നിർത്തിവച്ചിരുന്നു. 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൌൺ നിർത്തിയത്. മുൻകരുതൽ നടപടി എന്നായിരുന്നു വിശദീകരണം. പൂർണ്ണമായി ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് വിക്രം. ആദ്യ ദൌത്യത്തിൽ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ എത്താനാണ് റോക്കറ്റ് ലക്ഷ്യമിടുന്നത്. ആദ്യ പരീക്ഷണ ദൌത്യമായതിനാൽ വലിയ ഉപഗ്രഹങ്ങളൊന്നും അയച്ചിട്ടില്ല.
That's very true, Suyash and Akhil. I am awestruck at the sheer power that Stage 1 is producing. With this, we have two of our major prime mission objectives completed, which was successful ignition. അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള വിവാദങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം KSUവിനുണ്ട്. അവരെ സർക്കാരും പാർട്ടിയും കേൾക്കും. ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യും. മറ്റൊരു വ്യാഖ്യാനവും ആ വിഷയത്തിൽ നൽകേണ്ടതില്ല. CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ DYFI ആയാലും SFI ആയാലും എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? എന്ന് അധികാരം ഏൽക്കുന്നോ അന്നത്തോടുകൂടി അവർ ഭരണവിലാസം പാർട്ടിയായി അവർ മാറും. അതുപോലെയല്ല യൂത്ത് കോൺഗ്രസും KSU. അവരുടേതായ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും. അതിനകത്ത് പാലിക്കേണ്ട ചില പരിധികളുണ്ട്. ആ പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നതിൽ വിരോധമില്ല. എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടി ആയാലും ഗവൺമെൻറ് ആയാലും KSUവിന് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളിൽ അത് കേൾക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് കേൾക്കും. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും. തള്ളേണ്ടത് തള്ളും. അതിനപ്പുറത്തുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട്. KC വേണുഗോപാൽ പക്ഷമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന ആരോപണങ്ങളെയും അദ്ദേഹം തള്ളി. തങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒപ്പമുള്ളവരാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. എല്ലാവരും KC വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. മുഖ്യമന്ത്രി ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ അംഗീകരിക്കുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കമ്പാർട്ട്മെന്റ് തിരിച്ചതിനെ കാണേണ്ട കാര്യമില്ല. TCV തൃശൂർ. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹനോൻ മാർ മിലിത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി സൈബർ യുദ്ധം. VD സതീശനെ പിന്തുണച്ചും KC വേണുഗോപാലിനെ പരിഹസിച്ചുമാണ് മെത്രാപ്പൊലീത്ത ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയത്. ഹൈക്കോടതിയിലെ സർക്കാർ പ്ലീഡർ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനും KSUവും തമ്മിലുള്ള തർക്കമാണ് പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത്. വിഷയത്തിൽ VD സതീശനെ പരോക്ഷമായി പിന്തുണച്ചും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ രൂക്ഷമായ പരിഹാസമുയർത്തിയും ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പൊലീത്ത യൂഹാനോൻ മാർ മിലിത്തിയോസ് രംഗത്തെത്തി. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ട ഒറ്റവരി പോസ്റ്റിലൂടെയാണ് മെത്രാപ്പൊലീത്ത കോൺഗ്രസിലെ ആഭ്യന്തര ചേരിതിരിവിനെ പരസ്യമായി വിമർശിച്ചത്. KC പിള്ളേരെ കൊണ്ട് ചുടുചോറ് വാരിച്ച് കേരളത്തിലെ പാർട്ടിയെയും വടക്കേ ഇന്ത്യൻ പരുവത്തിലാക്കുമെന്നായിരുന്നു കുറിപ്പ്. മെത്രാപ്പൊലീത്തയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ കോൺഗ്രസ് അണികളും സൈബർ ഗ്രൂപ്പുകളും കമന്റ് ബോക്സിൽ ചേരിതിരിഞ്ഞ് വാക്പോരാരംഭിച്ചു. VD സതീശനെ സമാധാനമായി ഭരിക്കാൻ KC സമ്മതിക്കില്ല. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും VDക്ക് അനുകൂലമാണ്. ഗ്രൂപ്പിസമില്ലാത്ത കോൺഗ്രസിനെയാണ് ജനങ്ങൾക്കിഷ്ടം എന്ന് ഒരു വിഭാഗം കമന്റ് ചെയ്തു. മോഹഭംഗം സംഭവിച്ച ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് ചാണകം വാരി എറിയിക്കുന്ന കലാപരിപാടിയാണ് KC നടത്തുന്നതെന്ന ആരോപണവും കമന്റുകളിൽ ഉയർന്നു. എന്നാൽ KSUവിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മെത്രാപ്പൊലീത്തയുടെ രാഷ്ട്രീയ ഇടപെടലിനെ ചോദ്യം ചെയ്തും മറുവിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് വേദനയാണെങ്കിൽ തിരുമേനി ഉടുപ്പൂരിവെച്ച് അങ്ങോട്ടിറങ്ങി കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് ഒരു കമന്റ്. സംസ്ഥാനത്തെ പവർ കട്ടൊക്കെ നന്നായിട്ടില്ലേ, അതിൽ KCക്ക് എന്താണ് റോളെന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. VD സതീശനെ RSS അനുകൂലിയെ ചിത്രീകരിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ. 100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT,
One platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം തുടരും. അതേസമയം ലോകകപ്പ് ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങില്ലെന്ന് KEB അറിയിച്ചു. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. കാലവർഷം ദുർബലമായി തുടരുന്നു. ചൂട് കൂടി. വൈദ്യുതി ഉപഭോഗം റെക്കോർഡുകൾ ഭേദിച്ചുയർന്നു. ഇതോടെ രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KEB വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകതയേറുന്ന സമയങ്ങളിൽ 500 മെഗാവാട്ടിന്റെ ദൗർലഭ്യമാണ് നേരിടുന്നത്. സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളുടെ ഡാമുകളിൽ നിലവിൽ വെറും 28% സംഭരണശേഷി മാത്രമാണുള്ളത്. ഇത് ആകെ 1275 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ തികയൂ. രാജ്യത്തുടനീളം മൺസൂൺ കുറവായതിനാൽ ദേശീയ ഊർജ്ജ വിപണിയിലും കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. 2014 ഒപ്പുവച്ചിരുന്ന 465 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി. ആ കരാർ നിലവിലുണ്ടായിരുന്നെങ്കിൽ നിലവിലെ പവർ കട്ട് ഒഴിവാക്കാമായിരുന്നു. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ 2 ദീർഘകാല ടെൻഡറുകൾ വിളിച്ചെങ്കിലും കമ്പനികൾ അമിത തുക ആവശ്യപ്പെട്ടതിനാൽ അന്തിമമാക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ യൂണിറ്റിന് 9 രൂപ 16 പൈസ എന്ന ഉയർന്ന നിരക്കിലാണ് ബോർഡ് അടിയന്തരമായി അധിക വൈദ്യുതി വാങ്ങുന്നത്. എങ്കിലും തൽക്കാലം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാത്ത വിധത്തിലാണ് തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിശ്ചിത തുക നൽകിയാണ് പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരം വലിയ വരുമാന നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഉണ്ടാകുക. ഇക്കാര്യം കൂടി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവ്. വിധിക്കെതിരെ ഭരണപ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച ഇടപെടലാണ് ഉണ്ടാകേണ്ടതെന്നും അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, സർക്കാരിൻ്റെ വിവിധ ഏജൻസികളാവട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളാവട്ടെ, ഇവരെല്ലാം നടത്തുന്ന പരിപാടി സൗജന്യമായിട്ട് നടത്തുന്നതല്ല. ദേവസ്വം നിഷ്കർഷിക്കുന്ന ഫണ്ട് അടച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ദേവസ്വത്തിനുള്ള വലിയൊരു വരുമാനമാണത്. ആ തലത്തിൽ കൂടി അത് കാണേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ക്ഷേത്ര ആരാധനയ്ക്കോ മതാധിഷ്ഠിത പരിപാടികൾക്കോ ഒരു തടസ്സവും ഉണ്ടാക്കാതെ തന്നെയാണ് അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഉപരി കോടതിയെ സമീപിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. ഭരണകക്ഷി പ്രതിപക്ഷ സമന്വയം ഉണ്ടാവണം. ഒരു സർവകക്ഷി നിലപാട് അക്കാര്യത്തിൽ ഉണ്ടാവണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമദുരുപയോഗത്തിലൂടെ പാർട്ടിയെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി. കരുവന്നൂർ കേസിൽ ED നൽകിയ കുറ്റപത്രത്തിലെ 68ാം പ്രതിയാണ് CPM. നിലവിലെ ജില്ലാ സെക്രട്ടറി കേസ് പരിഗണിക്കുന്ന കൊച്ചിയിലെ PMLA കോടതിയിൽ ചൊവ്വാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നത്. ഇതിനായി നിയമദുരുപയോഗമാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കേന്ദ്രം നടത്തുന്നതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അതിന് തെളിവാണ് മയക്കുമരുന്ന് കടത്തിനെതിരായ PMLA നിയമം CPM-നെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ CPM-നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യഥാർത്ഥ കുറ്റവാളികൾക്കെതിരായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഇത് തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ, അവരിൽ ചിലരെ വിലപേശാനും ചിലരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഈ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനും ഒക്കെയുള്ള നിഗൂഢ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIM-നെ പ്രതിയാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് പലപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ED-യുടെ കേസുകൾക്ക് പിന്തുണയുമായി പലപ്പോഴും നടന്ന് നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ അവർക്ക് ED വിരുദ്ധ നിലപാടില്ല. നേരത്തെ സംസ്ഥാനം LDF ഭരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നിയമദുരുപയോഗം വഴി അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് CPM. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് 5-ന് തൃശൂർ EMS സ്ക്വയറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അബ്ദുൽ ഖാദർ അറിയിച്ചു. നിയമപരമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ ജനവിരുദ്ധർക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി വിപുലമായൊരു ജനകീയ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്.
TCV തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ 30 നാളുകൾ. വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ ചടങ്ങിൽ ഗജരാജൻ എറണാകുളം ശിവകുമാറിന് ഉരുള നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദേവസ്വം സെക്രട്ടറി പി ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ, വടക്കുന്നാഥൻ ദേവസ്വം മാനേജർ രശ്മി കെ പ്രകാശ്, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കെ എ മനോജ് കുമാർ തുടങ്ങിയവർ ചോറുരുളകളും പഴങ്ങളും നൽകി. തൃശൂർ, തൃപ്രയാർ, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലായുള്ള 5 ആനകൾക്കാണ് ദേവസ്വം ബോർഡ് എലിഫന്റ് കൺസൾട്ടന്റ് ഡോക്ടർ ഗിരിദാസിന്റെ മേൽനോട്ടത്തിൽ 1 മാസം നീളുന്ന സുഖചികിത്സ നടത്തുന്നത്. തളിക്കുളം തമ്പാൻ കടവിൽ സുഹൃത്തുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. തളിക്കുളം പത്താങ്കല്ലിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാലിപ്പറമ്പിൽ സലിമിന്റെ മകൻ നാദിർഷയാണ് കാണാതായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തമ്പാൻ കടവിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തി കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭൂമി തരം മാറ്റം, പട്ടയം അനുവദിക്കൽ എന്നിവ സുഗമമാക്കുവാൻ ചട്ടഭേദഗതി ആവശ്യമെങ്കിൽ നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. റവന്യൂ വകുപ്പ് തൃശൂർ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പല നിയമങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ ഭേദഗതികളും പ്രത്യേക ഉത്തരവുകളും ആവശ്യമായി വരും. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും അവലോകന യോഗങ്ങൾ പൂർത്തിയായ ശേഷം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളും നിയമ ഭേദഗതികളും പരിശോധിച്ച് ആവശ്യമായ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ 200 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ലക്ഷ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PSC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. PSC ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടത്താനിരുന്ന LDC പരീക്ഷ എഴുതാനുള്ള പരീക്ഷാർത്ഥികൾ 1 മണിക്ക് പരീക്ഷാ ഹാളിൽ എത്തിയ ശേഷമാണ് ചോദ്യപേപ്പർ മാറിപ്പൊട്ടിച്ചതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചത്. PSCയുടെ ഇത്തരത്തിലുള്ള ക്രമക്കേടിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. SFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് PSC ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം SFI ജില്ലാ സെക്രട്ടറി T. അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AR അജയരാജ്, VS ആദിത്യ, ജില്ലാ വൈസ് പ്രസിഡന്റുമായ US റെജിൻ, A. അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ITU അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധ സമരം. കൈക്കുഞ്ഞുങ്ങളുമായി 100 കണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത്. നിക്ഷേപകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബാങ്കിനു മുന്നിൽ പ്രതിഷേധിക്കുന്നതിനായി പോലീസിൽ നിന്നും മൈക്ക് അനുമതി വാങ്ങിയിരുന്നുവെങ്കിലും അവസാന നിമിഷം പോലീസ് എത്തി ഇത് നിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധ യോഗം ബാങ്കിന് മുകളിലെ ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. വിഷയം അവതരിപ്പിക്കാൻ അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു. ഭാരവാഹികളായ ബിബിൻ ജോണി, ലിയോ പി ആൻഡോ, പ്രിൻസ് മാത്യു ചക്കാലയ്ക്കൽ, മുരളി ചാലക്കുടി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ.
TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. അമ്മയെ ക്രൂരമായി ആക്രമിച്ച് കൈ തല്ലിയോടിച്ച മകനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ സ്വദേശി മനോജാണ് അറസ്റ്റിലായത്. മനോജിന്റെ കുടുംബത്തിനുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മ തുളസി മന്ത്രവാദം ചെയ്തതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചേറ്റുവയിലുള്ള വീട്ടിൽ വെച്ച് തുളസിയെ മർദ്ദിക്കുകയും ചവിട്ടുകയും കൈപിടിച്ചൊടിച്ച് കത്തിയെടുത്ത് കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും വാർഡ് മെമ്പറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് മനോജ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ലാൽസൻ, ASI കാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിഷാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മരത്താക്കര ദേശീയപാത തൃശൂർ മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് 16 പേർക്ക് പരിക്ക്. ബസ് യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ചേർത്തലയിൽ നിന്നും പഴനിക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിക്ക് മുന്നിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാൻ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിന്നിൽ വന്ന ടോറസ് ലോറിയും KSRTC ബസ്സും അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ട ബസിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്ന് തിങ്കളാഴ്ച അറിയാം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പേറുകയാണ്. അതേസമയം 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2:30 കിക്ക് ഓഫ്. ഇംഗ്ലണ്ടിനും ഇത് അഭിമാന പോരാട്ടമാണ്. നായകൻ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും ഗോളടി മികവ് തുടരുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. കരുത്തുറ്റ പ്രതിരോധ നിരയും ഇംഗ്ലണ്ട് നിരയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. അതേസമയം ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന കലാശ പോരാട്ടത്തിനുള്ള നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനാകട്ടെ ഇനി കർക്കിടക സുകൃതം. ഉത്സവ പറമ്പുകളിൽ നിന്ന് ഉത്സവ പറമ്പുകളിലേക്കുള്ള ഓട്ടപ്പാച്ചിലുകൾക്കും തുടർച്ചയായ എഴുന്നള്ളിപ്പുകൾക്കും ശേഷം ആനകൾക്ക് സുഖചികിത്സയും വിശ്രമവും ലഭിക്കുന്ന കാലമാണ് കർക്കിടക മാസം. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ആനകൾക്ക് കർക്കിടകത്തിൽ സുഖചികിത്സ നൽകുന്നത്. വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള ആനകൾക്ക് പുറമെ സ്വകാര്യ ഉടമകളുടെ കീഴിലുള്ള ആനകൾക്കും സുഖചികിത്സ നൽകുന്നുണ്ട്. ആനവിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഗജവീരന്മാർക്കുള്ള സുഖചികിത്സ നടത്തുക. ഉത്സവങ്ങളുടെ ഭാഗമാകുമ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഒരുപാട് യാത്രകളും അതോടൊപ്പം തന്നെ ജോലികളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ നിന്ന് മാറി ഉത്സവകാലം മാറി പിന്നീട് ആന സ്വന്തമായി നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് അവരുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അവർക്ക് നല്ല വിശ്രമം കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, തേച്ചുള്ള കുളി കൊടുക്കുക, പൂർണ്ണമായിട്ടുള്ളൊരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള എല്ലാ നാട്ടാനകൾക്കും നല്ല ഭക്ഷണം, വരമരുന്ന് കൊടുക്കും. പിന്നെ അതിനുശേഷം വിറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസ് അടങ്ങുന്ന ഭക്ഷണം, അങ്ങനെ ധാതു ലവണങ്ങളിലൊക്കെ അടങ്ങിയ ഭക്ഷണം കൊടുക്കുമ്പോൾ ആനയ്ക്ക് തന്നെ ആനയുടെ ഓജസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആനയുടെ ശരീരഭാരം നോക്കിയിട്ടും ആനയുടെ പ്രായം നോക്കിയിട്ടും ആനയുടെ രീതികൾ നോക്കിയിട്ട് അങ്ങനെ 3-4 ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. പിന്നെ പെണ്ണാനകളുണ്ട്, പിടിയാനകളുണ്ട്, കൊമ്പനാനകളുണ്ട്. ഇവർക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ആനകളെ നന്നായി തേച്ചു കുളിപ്പിക്കുന്നത് സുഖചികിത്സയുടെ ഭാഗമാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ്, ചവനപ്രാശം, അഷ്ടചൂർണം, വിറ്റാമിൻ ഗുളികകൾ, വിവിധതരം സിറപ്പുകൾ എന്നിവ ചേർത്ത ഉരുളകൾ ആനകൾക്ക് ദിവസവും നൽകും. മദപ്പാടിലുള്ള ആനകൾക്ക് മദപ്പാട് കഴിഞ്ഞാണ് ചികിത്സ നൽകുക. 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ചികിത്സാകാലം. ഗജവീരന്മാർക്ക് ശരീരപുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുക്കാനുള്ള ഈ സുഖചികിത്സാ കാലത്തിന് ഏറെ പ്രാധാന്യമാണ് വിവിധ ദേവസ്വങ്ങളും ആന ഉടമകളും നൽകി വരുന്നത്. കർക്കിടക മാസത്തിൽ വിവിധ ദേവസ്വങ്ങൾ, ക്ഷേത്ര ഭരണസമിതികൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആനയൂട്ടുകൾ സുഖചികിത്സയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. TCV തൃശൂർ. കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 3 വർഷം തികഞ്ഞു. 10 വർഷത്തിന് ശേഷം UDFിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരമേറ്റപ്പോൾ പ്രിയ നേതാവ് കൂടെയില്ലാത്തതിന്റെ സങ്കടത്തിലാണ് അണികൾ. 2023 ജൂലൈ 18 കരിമേഘങ്ങൾ നിഴൽ വീഴ്ത്തിയ മഴദിനത്തിൽ ഇടിമിന്നൽ പോലെ ആ വാർത്തയെത്തി. ഉമ്മൻചാണ്ടി വിട പറഞ്ഞു.
പിന്നാലെ ഇടിച്ചുകുത്തി പെയ്യാൻ തുടങ്ങി കാലവർഷം. കേരളമാകെ ഒരു കണ്ണീർ പുഴയായി ഒഴുകിയ നിമിഷങ്ങൾക്കാണ് പിന്നീട് നാട് സാക്ഷ്യം വഹിച്ചത്. ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചുപോയ ശൂന്യത സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിൽ കാറും കോളും ഉയരുമ്പോൾ UDF ഒന്നുലയുമ്പോൾ ആ കപ്പിത്താൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ് പ്രവർത്തകർ. എന്നും എപ്പോഴും ആളും ആരവവും അകമ്പടി സേവിച്ച എല്ലാവരെയും സാഗൂതം കേൾക്കുന്ന ഉമ്മൻചാണ്ടിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനിയും ഉദയം ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി എന്ന പേരുപോലെ സമാനതകളില്ലാത്തതായിരുന്നു ആ ജീവിതവും. ഉമ്മൻചാണ്ടി ജനിച്ചത് തന്നെ രാഷ്ട്രീയക്കാരനാകാനാണ്. എഞ്ചിനീയർ ആകണമെന്ന മോഹം ഉള്ളിലെവിടെയോ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എന്നാൽ ജനമനസ്സുകളുടെ സ്നേഹവാത്സല്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടത് കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നേതാവായിരുന്നു. കുടുംബവക സ്കൂളിൽ KSUവിന്റെ സമരത്തിനിറങ്ങി കാലുമുറിഞ്ഞ് ചോരയൊലിപ്പിച്ചു തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം. വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയരുമ്പോഴും അലസമായി പാറി നടക്കുന്ന തന്റെ മുടിയിഴകൾ പോലെ അതിനെ അതിന്റെ പാട്ടിന് വിട്ട് അതിവേഗം ബഹുദൂരം നടന്നു നീങ്ങുന്നതാണ് ഉമ്മൻചാണ്ടി ശൈലി. നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സാമ്പ്രദായിക രീതികളിൽ നിന്ന് വഴിമാറി നടന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുൻഗാമികൾ വെട്ടിത്തെളിച്ച പാതകളിലൂടെയുള്ള സുഗമയാത്ര അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും വാർപ്പു മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയിട്ടുമില്ല. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാമെന്ന് മാത്രം. എപ്പോഴും ഊർജം പ്രസരിപ്പിക്കുന്ന പവർ ഹൗസ് എന്ന വിശേഷണവുമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആ നേതാവ് ബാക്കിവെച്ചു പോയതെല്ലാം കാലത്തെ അതിജീവിക്കുന്ന ഓർമ്മകളുടെ സമ്പത്താണ്. ഇനി കലണ്ടർ താളുകൾ എത്ര മറിഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന് ജനഹൃദയങ്ങളിൽ മരണമില്ല. ന്യൂസ് ഡെസ്ക് TCV. തിരുവില്ലാമലയിലെ വളം ഡിപ്പോയിൽ മോഷണം. KC വിൽസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിൽ മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. രാവിലെ കട തുറന്നയുടൻ പുൽനാശിനി ആവശ്യപ്പെട്ട ഒരാൾ കടയിലേക്ക് എത്തിയിരുന്നു. വ്യാപാരിയുടെ ശ്രദ്ധ തിരിച്ച് മേശപ്പുറത്തിരുന്ന ബാഗിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുക്കുകയായിരുന്നു. പ്രദേശത്തെയും കടയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പഴയന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുന്നംകുളം തെക്കേപ്പുറത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. പന്നിത്തണ സ്വദേശി കരുത്തിക്കുളം വീട്ടിൽ ധീരജാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ധീരജനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തിന് ആവേശം പകരാൻ കൊടുങ്ങല്ലൂരിൽ ഇൻഡിപെൻഡൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ BRCയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷും കൊടുങ്ങല്ലൂർ DYSP P പ്രമോദും നയിച്ച ടീമുകൾ 3 ഗോളുകൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മന്ത്രി OJ ജനീഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. DYSP P പ്രമോദ് മുഖ്യാതിഥിയായി. ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷഹീൻ K മൊയ്തീൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ MK സഹീർ, ES സാബു, KS കമറുദ്ദീൻ, നിസാം കാസിം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഫ്ലാഷ് മോബ് നടന്നു. ചിറ്റിലപ്പിള്ളി IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2022-26 BTech ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ A ഷാജിൻ നിർഗുണം എന്നിവർ മുഖ്യാതിഥികളായി. IAS എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് PT മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S ബ്രില്ലി സംഗീത ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ ബ്രാഞ്ചുകളിലായി പഠനം പൂർത്തിയാക്കിയ 280-ൽ പരം വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. സർവകലാശാലയുടെ വിവിധ മൈനർ ഹോണർ ഡിഗ്രി പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദവും ചടങ്ങിൽ സമ്മാനിച്ചു.
IAS മാനേജ്മെന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് KP അബ്ദുൾ റഷീദ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി NK ഉമ്മർ, ജോയിന്റ് സെക്രട്ടറി CA ജിനി, ട്രഷറർ CM നാബിയാൽ, ഡയറക്ടർമാരായ KP മുഹമ്മദ് അലി, TK നബീൽ, PT അബ്ദുൾ ജലീൽ, VC ഷാഹിദ, PK മുഹമ്മദ്, IAS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ CC ബാബു, റോബോട്ടിക്സ് ആൻഡ് AI വകുപ്പ് മേധാവി ഷഹസിയ പർവീസ്, ഡേറ്റാ സയൻസ് വകുപ്പ് മേധാവി P ശാന്തി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മെക്കാനിക്കൽ വിഭാഗം മേധാവി A അനീഷ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെഡ് MK രചന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. നേത്ര ചികിത്സാ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ ECHS ആൻഡ് CGHS സേവനങ്ങൾ ആരംഭിച്ചു. മുൻ സൈനികർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും കൂടുതൽ മികച്ച നേത്ര ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം സേവനങ്ങൾ ആരംഭിക്കാനായത് തങ്ങളുടെ സേവന മേഖല കൂടുതൽ വിപുലീകരിക്കാനിടയാക്കുമെന്ന് ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി R മേനോൻ പറഞ്ഞു. ഈ സേവനങ്ങൾ ആരംഭിക്കുന്നതിലൂടെ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് ആശുപത്രിയിലെ വിദഗ്ധ നേത്ര പരിശോധന, ശസ്ത്രക്രിയകൾ, മറ്റ് അത്യാധുനിക നേത്ര ചികിത്സാ സേവനങ്ങൾ എന്നിവ കൂടുതൽ എളുപ്പത്തിലും സൗകര്യപ്രദമായും ലഭ്യമാകും. ഗുണമേന്മയുള്ള ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ആശുപത്രിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പുതിയ സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നും അർഹരായ എല്ലാവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും അഡ്വക്കേറ്റ് പാർവതി R മേനോൻ അഭ്യർത്ഥിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയ പുരസ്കാര നിറവിൽ മലയാളം. മമ്മൂട്ടി മികച്ച നടൻ, മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ചരിത്രം കുറിച്ച് വിക്രം 1, രാജ്യത്തിന് അഭിമാനമായി ആദ്യ സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. KSUവിന് മുന്നറിയിപ്പുമായി മന്ത്രി AP അനിൽകുമാർ. അഭിപ്രായങ്ങൾ പറയുന്നതിൽ KSU പരിധി വിടരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പരിമിതികളുള്ള സംഘടനയാണ് KSU എന്നും മന്ത്രി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം തുടരും. ലോകകപ്പ് ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങില്ലെന്ന് KSEB. വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വിധിക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ യോജിച്ച ഇടപെടൽ ഉണ്ടാകണമെന്നും അബ്ദുൽ ഖാദർ. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്ന് തിങ്കളാഴ്ച അറിയാം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാനൊരുങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പേറുന്നു. 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടിയെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊരുങ്ങി CPM. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.